Welcome to Lash Class. Calicut University second semester Advanced English Language Skills for Literatures-ലെ ലെറ്റസ് മാർച്ച് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ കൈലേഷ് സത്യാർത്ഥി നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു സ്പീച്ചാണ്. നമ്മളിവിടെ ആ സ്പീച്ചിൻ്റെ ഒരു സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ആ സ്പീച്ചിൻ്റെ സമ്മറി നോക്കാം. കൈലേഷ് സത്യാർത്ഥി begins his Nobel lecture by acknowledging that he is representing the sound of silence and the face of invisibility. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം ആരംഭിക്കുന്നത് അദ്ദേഹം അവിടെ നിശബ്ദതയുടെ ശബ്ദവും അതുപോലെ തന്നെ അദൃശ്യമായ മുഖങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. He represents all the suffering children in the world, symbolized by an empty chair on stage. അദ്ദേഹം അവിടെ ഈ നിശബ്ദതയുടെ ശബ്ദം അതുപോലെ അദൃശ്യമായ മുഖങ്ങൾ എന്നെല്ലാം ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ബാലവേല, അതുപോലെ തന്നെ യുദ്ധവും മറ്റു കാര്യങ്ങളും കൊണ്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്ന, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് താനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം ആരംഭിക്കുന്നത്. അങ്ങനെ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ ഒരു സിമ്പൽ എന്നുള്ള രീതിയിൽ ഒരു കസേര അദ്ദേഹം വേദിയിൽ ഒഴിച്ചിടുന്നുണ്ട്. കാരണം അവർക്ക് അവിടേക്ക് എത്താൻ കഴിയില്ല എന്നതിൻ്റെ ഒരു സൂചനയായിട്ട്. Through personal encounters, he shares the painful stories of child laborers, child soldiers and trafficked girls. ഇനി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എൻകൗണ്ടേഴ്സ്, ഇദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. സേവ് ദ ചൈൽഡ്ഹുഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ബാലവേല ചെയ്യുന്നവരും അതുപോലെ തന്നെ ആഫ്രിക്കയിലും മറ്റും സംഘർഷങ്ങൾ നടക്കുന്ന, പ്രത്യേകിച്ച് സൊമാലിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടികളെ ഈ സൈന്യത്തിൽ ചേർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ മനുഷ്യക്കടത്ത് പോലുള്ള കാര്യങ്ങൾ, അതിനൊക്കെ വിധേയരായിട്ടുള്ള കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ അത്തരത്തിലുള്ള പല കുട്ടികളെയും അദ്ദേഹം നേരിട്ട് കാണുകയും അവരുടെ ആ ഒരു വിഷമം നേരിട്ട് കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. He emphasizes that denying children their dreams is the worst form of violence. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് അല്ലെങ്കിൽ അക്രമം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ സ്വപ്നം കാണാനുള്ള അവകാശം നിഷേധിക്കലാണെന്ന് അദ്ദേഹം പറയുന്നു. കുട്ടികളുടെ ആ ഒരു നിഷ്കളങ്കതയും അതുപോലെ തന്നെ ഒരു നല്ല ജീവിതവും സ്വപ്നം കാണാനുള്ള കുട്ടികളുടെ അവസരം നിഷേധിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. Citing religious teachings, he asserts that every child deserves the right to a childhood free from exploitation and fear. അദ്ദേഹം മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വാചകങ്ങൾ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നുള്ള വാചകങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെയെല്ലാം അദ്ദേഹം പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഒരു കുട്ടിക്കാലത്തിനുള്ള അവകാശമുണ്ട്. ഭയമില്ലാതെ അവർക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു കുട്ടിക്കാലത്തിനുള്ള അവകാശം എല്ലാ കുട്ടികൾക്കുമുണ്ട്. അത് ഈ ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും ഹിന്ദു മതമായാലും എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും ആ ഒരു സാഹചര്യം ഈ ലോകത്തില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. He passionately declares his refusal to accept a world where temples, mosques and churches have no space for children's dreams. കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ഇടമില്ലാത്ത പള്ളികളെയും അമ്പലങ്ങളെയും ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറയുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മതങ്ങളും ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുകയും കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നതാണ്. എന്നിട്ടും നമ്മുടെ ലോകത്ത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. Where military expenditures outweigh educational investments. ഇതുകൂടാതെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. ആയുധങ്ങളും ബോംബുകളും തോക്കുകളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും, അമേരിക്കയും ചൈനയും ഒക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ, റഷ്യയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്. പക്ഷേ ഒരു രാജ്യവും മോശമല്ല, എല്ലാ രാജ്യവും ഒരുപാട് പണം ഇത്തരത്തിൽ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളിലുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ അതിൻ്റെ എത്രയോ കുറവ് പണം മതി എന്നുള്ളതാണ് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ തോക്കുകളും ബോംബുകളും ഒക്കെ വാങ്ങാൻ വേണ്ടി എല്ലാ രാജ്യങ്ങൾക്കും പണമുണ്ട്. ആ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ള സാഹചര്യം, ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.
ആൻഡ് വേർ ലോസ് ഫെയിൽ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ. അതുപോലെ തന്നെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത നിയമങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിയമങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും എല്ലാം ഉണ്ട്, എന്നിട്ടും അവയ്ക്കൊന്നും കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നു. His life's mission, he states, is to ensure every child is free to learn, grow, play and dream. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമായിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഇതുപോലെ സ്വപ്നം കാണാനും കളിക്കാനും പഠിക്കാനും എല്ലാമുള്ള ഒരു സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു. While acknowledging progress in reducing child labor and improving education, he warns that much work remains, especially in combating fear and intolerance. പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സേവ് ദ ചൈൽഡ്ഹുഡ് എന്നുള്ള ഒരു സംഘടനയും മിഷനും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച്. ലക്ഷക്കണക്കിന് കുട്ടികളെ ഇതുപോലെ ഈ ബാലവേലയിൽ നിന്നും അതുപോലെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ലോകത്ത് ഒരുപാട് കുട്ടികൾ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. He stresses the importance of education in fostering global citizenship and preventing future violence. അപ്പോൾ ലോകത്ത് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന തരത്തിലുള്ളൊരു ബോധം ആളുകൾക്ക് ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് അത്തരം ഒരു കാര്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഇനിയും വയലൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്കറിയാം മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അതുപോലെ വ്യത്യസ്ത രാജ്യങ്ങളുടെ പേരിൽ, ഇന്ത്യ, പാകിസ്ഥാൻ, അതുപോലെ തന്നെ അമേരിക്ക, ചൈന, റഷ്യ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത രാജ്യങ്ങളുടെ പേരിൽ, മതങ്ങളുടെ പേരിലൊക്കെ മനുഷ്യർ തമ്മിൽ അക്രമം നടത്തുന്ന ഒരു സാഹചര്യമാണ് ലോകത്തുള്ളത്. എന്നാൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് പഠിപ്പിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിയണം. എന്നാലാണ് നമ്മുടെ ലോകത്ത് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. Satyarthi highlights the courage of young activists like Malala Yousafzai and other young girls who are choosing peace over violence. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ നൊബേൽ സമ്മാനം പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ള മലാല യൂസഫ്സായിയുടെ ധൈര്യത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇതുപോലെ കുട്ടികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അവർ തന്നെ സമാധാനത്തിൻ്റെ പാതയിലൂടെ പോരാടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. However, he insists that solutions do not solely lie in conferences, but in grassroots efforts by individuals and local organizations. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം ഉണ്ടാവുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്ന പോലെ ഇങ്ങനെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ സെമിനാറുകളോ ഇതുപോലെ കോൺഫറൻസുകളോ നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ഗ്രാസ് റൂട്ടിൽ, അതായത് ആ ലോക്കലായിട്ടുള്ള ഇടങ്ങളിൽ അവിടുത്തെ ആളുകളും അവിടുത്തെ ലോക്കലായിട്ടുള്ള സംഘടനകളും ഇടപെട്ട് കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുക എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. Sharing a childhood story about a small bird trying to extinguish a forest fire, he underscores the power of individual action. അപ്പോൾ ഈ ഒരു ആശയം സൂചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു കഥ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഒരു കാടിന് തീ പിടിക്കുന്ന സമയത്ത് കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹം ഉൾപ്പെടെയുള്ള എല്ലാവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു പക്ഷി അതിൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു തുള്ളി വെള്ളം എടുത്തു കൊണ്ടുവന്ന് ആ തീയിൽ ഇട്ട് ആ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ പക്ഷിയോട് സിംഹം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഭ്രാന്താണോ, ഈ ഒരു തുള്ളി വെള്ളം കൊണ്ട് അത് അണയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പക്ഷി പറയുന്നത്, ആ തീ ഒരു പക്ഷെ അണയ്ക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നു എന്നാണ് ആ പക്ഷി പറയുന്നത്. അപ്പോൾ ഈ ഒരു കളക്റ്റീവ് ആക്ഷൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രശ്നത്തെ ഒറ്റയ്ക്ക് അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ കഴിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ഓരോരുത്തരും അവരവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിനൊരു അവസാനം ഉണ്ടാക്കാൻ കഴിയും എന്ന് അദ്ദേഹം അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. He recalls the historic march that led to the abolition of the worst forms of child labor, proving that collective efforts can bring about change. ഇതുകൂടാതെ ലോകത്ത് പല ഭാഗത്തും നിലനിന്നിരുന്ന ഈ ബാലവേലയെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാലത്ത് ഇതുപോലെ ആളുകൾ സമരം ചെയ്യുകയും മാർച്ചുകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ സാധിക്കും. അതിന് ഓരോരുത്തരും അവരവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം പറയുന്നത്. Despite globalization connecting the world technologically and economically, he laments the lack of compassion.
അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലോകത്ത് ഇപ്പോഴും പ്രശ്നങ്ങളുള്ളത് ആളുകൾ വ്യത്യസ്ത രാജ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടും വ്യത്യസ്ത മതങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. പക്ഷേ ഈ ഗ്ലോബലൈസേഷൻ്റെ അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ലോകം പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ഒന്നായതുപോലെയുള്ളൊരു സാഹചര്യമാണെന്ന് അദ്ദേഹം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതായത് പ്രത്യേകിച്ചും ഇൻ്റർനെറ്റിലൂടെയും അതുപോലെ തന്നെ മറ്റ് എക്കണോമിക് ആക്ടിവിറ്റിയിലൂടെയും. അപ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള നമുക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ ഫോൺ നോക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാണാനും സാധിക്കും. അത്തരത്തിൽ ഇൻ്റർനെറ്റും ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ഒന്നാക്കിയതുപോലെയുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും കമ്പാഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോഴും ആളുകൾക്ക് അവർ ഇന്ത്യക്കാരാണ്, പാകിസ്ഥാൻകാരാണ്, അമേരിക്കക്കാരാണ്, ചൈനക്കാരാണ് എന്നുള്ള രീതിയിലുള്ള അവരെല്ലാവരും വ്യത്യസ്തരാണ് എന്നുള്ളൊരു ചിന്തയാണുള്ളത്. ഇങ്ങനെയെല്ലാം ലോകം ഒന്നായിട്ടും ആ ഒരു കമ്പാഷൻ്റെ കാര്യത്തിൽ ലോകം ഒന്നാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് മനുഷ്യർ വന്നിട്ടില്ല എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. Urging the audience to globalize compassion, he reminds that the child laborers, child victims of war and children deprived of education belong to everyone. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ ലോകം മുഴുവൻ ഇതുപോലെ തന്നെ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളർന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൂടാതെ ലോകത്തിൻ്റെ പല ഭാഗത്ത് യുദ്ധം കൊണ്ടും അതുപോലെ ബാലവേല കൊണ്ടും മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും എല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെല്ലാം തന്നെ അവരെല്ലാം നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കുട്ടികളാണ് എന്നുകൂടി അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. He shares a story of an 8-year-old girl rescued from forced labor, whose question, "Why did you not come earlier?" continues to haunt him. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഓർമ്മ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ 8 വയസ്സായ ഒരു പെൺകുട്ടിയെ ബാലവേലയിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ഈ കരിങ്കൽ കോറിയിലാണ് 8 വയസ്സായിട്ടുള്ള ഈ പെൺകുട്ടി ജോലി എടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 8 വയസ്സ് പ്രായത്തിൽ കരിങ്കൽ കോറിയിൽ ജോലി എടുക്കുന്ന ഒരവസ്ഥ. ആ കുട്ടിയെ അവിടെ നിന്ന് അദ്ദേഹം രക്ഷിച്ച സമയത്ത് ആ കുട്ടി അദ്ദേഹത്തോട് നന്ദി പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ കുട്ടിയുടെ നിഷ്കളങ്കതയിൽ ആ കുട്ടി ചോദിച്ചു പോകുന്നത്, നിങ്ങൾ എന്താണ് ഇത്രയും ദിവസം വരാതിരുന്നത് എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം പതറിപ്പോവുകയും ഇന്നും അദ്ദേഹത്തെ വേട്ടയാടുന്നൊരു ഓർമ്മയായിട്ട് ആ ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്, ഈ കുട്ടികളെല്ലാവരും തന്നെ നമ്മുടെ കുട്ടികളാണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. കാരണം അവരെല്ലാവരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാതിരിക്കുന്നത്, നിങ്ങൾ എന്താണ് വരാത്തത്, നിങ്ങൾ എന്താണ് എന്നെ രക്ഷിക്കാൻ വരാത്തത് എന്നാണ് ആ കുട്ടികളെല്ലാം നമ്മളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. He challenges societal indifferences and calls for urgent action against child slavery, trafficking, child marriage and exploitation. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മതത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മറ്റ് കാര്യങ്ങളുടെയോ ഒക്കെ പേരിൽ മനുഷ്യരിങ്ങനെ പിരിഞ്ഞ് ഇരിക്കാതെ നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഈ കുട്ടികളെല്ലാം തന്നെ നമ്മുടെ കുട്ടികളാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബാലവേലയും അതുപോലെ തന്നെ ഈ ബാലവിവാഹം, അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ്, അതുപോലെ മനുഷ്യക്കടത്ത് തുടങ്ങിയിട്ടുള്ള പല കുട്ടികൾ പ്രയാസങ്ങൾക്ക് വിധേയരാകപ്പെടുന്നുണ്ട്. അതിനെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ എതിർക്കണം എന്നുള്ളൊരു കാര്യം അദ്ദേഹം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. Satyarthi demands that governments create child-friendly policies, business take responsibility, and civil society work collaboratively to protect children's rights. അതിനുശേഷം സമൂഹത്തിലെ ഓരോ വിഭാഗങ്ങളും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഗവൺമെൻറ്റുകൾ കുട്ടികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കണം. അതുപോലെ ബിസിനസ്സുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഇവിടെ ബിസിനസ്സുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്ന് പറയുന്നത്, പല ബിസിനസ്സുകളും ഇപ്പോഴും ഈ ചൈൽഡ് ലേബറിന് അല്ലെങ്കിൽ ബാലവേലയെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ KGF എന്ന് പറയുന്ന സിനിമയിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സ്വർണ്ണ ഖനികളിലും മറ്റുമൊക്കെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ ലിയനാർഡോ ഡിക്കാപ്രിയോയുടെ ബ്ലഡ് ഡയമണ്ട് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിനകത്ത് ആഫ്രിക്കയിലെ കുട്ടികളെ കൊണ്ട് അവിടുത്തെ ഈ ഡയമണ്ട് ഖനികളിൽ ജോലി എടുപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇവിടെ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങളുടെ പുറകിലും ഇതുപോലെ ബാലവേലയുടെ കരങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും തങ്ങളുടെ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യില്ല എന്നുള്ളൊരു ഉത്തരവാദിത്തം ബിസിനസ്സുകൾ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതുപോലെ സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ പൗരസമൂഹം എല്ലാവരും അവരവരുടെ നാടുകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്.
He shares a deeply personal childhood memory of questioning why a cobbler boy outside his school was not allowed to study, an incident that ignited his lifelong commitment to children's rights. ഇനി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയിട്ടുള്ളത്. അദ്ദേഹം ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളിൻ്റെ പുറത്ത് ചെരുപ്പ് തുന്നി കൊണ്ട് ഒരു കുട്ടിയിരിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. ഒരു ചെരുപ്പ് തുന്നുന്ന ഒരു വ്യക്തിയുടെ ഒരു കുട്ടി അവിടെ അയാളുടെ കൂടെ ഇരുന്നുകൊണ്ട് ചെരുപ്പ് തുന്നുകയാണ് സ്കൂളിലേക്ക് വരാതെ. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തെ ടീച്ചറോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആ കുട്ടി സ്കൂളിലേക്ക് വരാത്തെന്നുള്ളത്. അപ്പോൾ ടീച്ചർക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അത്തരം അനുഭവങ്ങളിൽ നിന്നെല്ലാമാണ് അദ്ദേഹത്തിന് ഈ ഇൻസ്പിറേഷൻ ലഭിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഇതുപോലെ സ്വപ്നം കാണാനും പഠിക്കാനുമുള്ള അവകാശം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. Declaring that the future is now, he urges the audience to recognize the urgency of acting today to ensure every child's right to education, safety, dignity and freedom. അപ്പോൾ അന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുള്ളതാണ് ഒരു ദിവസം ഇതുപോലെ എല്ലാ കുട്ടികൾക്കും പഠിക്കാനും സ്വപ്നം കാണാനും സ്വാതന്ത്ര്യം ഉള്ള ഒരു ലോകം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു ദിവസം ഇന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയും വൈകാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ കുട്ടികളുടെ അവകാശങ്ങൾക്കും അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സ്വപ്നങ്ങൾക്കുമെല്ലാം വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം വീണ്ടും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. In his closing remarks, he invites the audience to connect with the child within them and listen to its voice. ഇനി അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഓഡിയൻസിനോട് പറയുന്നത് എല്ലാവരും അവരുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നിൽക്കാനാണ്. എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ശബ്ദത്തിന് കാതുറക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. He envisions a world filled with compassion, justice and knowledge, calling for a collective march from exploitation to education, from violence to peace and from ignorance to enlightenment. അപ്പോൾ അദ്ദേഹം ഇതുപോലെ മനുഷ്യരെല്ലാവരും ഇതുപോലെ സമാധാനമായിട്ടും സ്നേഹമായിട്ടും കഴിയുന്ന ഒരു ഭാവിയെയാണ് സ്വപ്നം കാണുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ചൂഷണത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ മാർച്ച് ചെയ്തു പോകണം. അതുപോലെ തന്നെ അക്രമത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് നമ്മൾ മാർച്ച് ചെയ്യണം. അറിവില്ലായ്മയിൽ നിന്ന് അതുപോലെ അറിവിലേക്ക് നമ്മൾ മാർച്ച് ചെയ്യണം എന്ന് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നു. His final plea is for humanity to unite in ending child suffering and ensuring that every child has a future full of hope and dignity. അപ്പോൾ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഇതുപോലെ പഠിക്കാനും സ്വപ്നം കാണാനുമുള്ള ഒരു അവകാശം ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് പോരാടണം എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്പീച്ചിൽ നമുക്ക് പൊതുവിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ലോകത്ത് പല ഭാഗങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. അത് ഈ ലോകത്തിലെ വലിയ അക്രമങ്ങളിൽ ഒന്നാണ് എന്നാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമങ്ങളിൽ ഒന്ന് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൂടാതെ തന്നെ ഈ കുട്ടികളെല്ലാം തന്നെ നമ്മുടെ എല്ലാം കുട്ടികളാണ് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. കുട്ടികൾക്ക് നമ്മൾ ഈ മനുഷ്യരുടെ വ്യത്യാസങ്ങളൊന്നും ഇങ്ങനെ പതിച്ചു കൊടുക്കേണ്ടതില്ല. കുട്ടികൾ എല്ലാവരും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ പരസ്പരമുള്ള വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് പോകണം എന്നാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.